എനിക്ക് ഞാൻ മാത്രം മതി. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത്. മാനസികമായി അത്രത്തോളം അനുഭവിച്ച ഒരാൾ, അയാൾ കടന്നു വന്ന കനൽ വഴികൾ, അയാൾ നേരിട്ട അവഗണനകൾ, അയാൾ അനുഭവിച്ച വേദനകൾ, ഇതെല്ലാം ഒരു ലിമിറ്റ് കഴിഞ്ഞ് അതിൻ്റെ പീക്ക് ലെവലിലെത്തുമ്പോൾ താൻ ആർക്കു വേണ്ടിയാണോ തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചത് അവർക്കാർക്കും താൻ ഒന്നുമല്ല എന്നൊരു തിരിച്ചറിവിൽ എടുക്കുന്ന ഡിസിഷനാണ് എനിക്ക് ഞാൻ മാത്രം മതി എന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞിക്കിളി. ആ കുഞ്ഞിക്കിളിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതെല്ലാം ഒരു കല്ലിലെഴുതി അവളുടെ പുറത്തുള്ള ഒരു ഭാണ്ഡത്തിലിട്ട് വയ്ക്കും. ഒരു ദിവസം പോലും വിടാതെ അവൾ ആ ശീലം തുടർന്നു. ഓരോ ദിവസം കഴിയുന്തോറും കല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഭാണ്ഡത്തിൻ്റെ ഭാരവും കൂടി. ദിവസങ്ങൾ എങ്ങനെ പോകെ പോകെ വളരെ പതുക്കെ മാത്രമേ പറക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് അവളെത്തി. എന്നിട്ടും അവൾ ആ ശീലം ഉപേക്ഷിച്ചില്ല. ഒരിക്കൽ മഴയുള്ള ഒരു സന്ധ്യയിൽ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് പറക്കാൻ ശ്രമിച്ച അവൾ കല്ലുകളുടെ ഭാരം താങ്ങാനാവാതെ താഴെ വീണു. പിന്നീടൊരിക്കലും അവൾ എഴുന്നേറ്റില്ല. ഇന്നലകളിൽ മാത്രം ജീവിച്ച ഒരു വിഡ്ഢിയായി അവൾ അങ്ങനെ അവസാനിച്ചു. നമ്മളിൽ പലരും ഈ കുഞ്ഞിക്കിളിയെ പോലെ ഇന്നലകളിൽ ജീവിക്കുന്നവരാണ്. അതാരുടെയും കുറ്റമല്ല. കാരണം ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ അതുപോലുള്ളതായിരിക്കും. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല പലരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മളെ ചുറ്റിയിരിക്കുന്ന പലരും പറയുന്നത് കേൾക്കാം, അതൊക്കെ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ എന്തിനതൊക്കെ ആലോചിച്ചിരിക്കുന്നത്, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നൊക്കെ. അടിച്ചവൻ മറക്കും, പക്ഷേ അടിക്കൊണ്ടവൻ മറക്കില്ല. കാരണം അവൻ അനുഭവിച്ച വേദനയുടെ ആഴം അതവന് മാത്രമേ അറിയൂ. ഇതൊക്കെ ശരിയാണ്, ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും ഇന്നലകളിലാവരുത്. നമ്മളുടെ മനസ്സിൻ്റെ ഭാണ്ഡത്തിലിട്ട് നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളുമായിരിക്കും, അല്ലാതെ സന്തോഷങ്ങളായിരിക്കില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ പെയിൻഫുൾ മൊമെൻ്റ് തന്നെയായിരിക്കും, അല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങളായിരിക്കില്ല. മാറ്റേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്. ഇന്നലകളിൽ സ്റ്റക്കാവാതിരിക്കുക. അത് നമ്മളെ ഹുക്ക് ചെയ്തിടാൻ അനുവദിക്കരുത്. ഇന്നലകളെ ഓർത്ത് ജീവിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. മനസ്സിൻ്റെ വേദന ശരീരത്തിൻ്റെ വേദനയായി മാറും. പെയിൻ ഡിസോർഡർ, ആങ്സൈറ്റി, ഡിപ്രഷൻ. അവസാനം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. ജീവിതത്തിൽ അവർ പഠിപ്പിച്ചു തന്ന ഒരു പാഠമില്ലേ, ജീവിതത്തെ നേരിടാനും തളരാതെ മുന്നോട്ട് പോകാനും ആ പാഠം മാത്രം മതി. നിങ്ങൾക്കുള്ളിൽ മറ്റാരും കാണാത്ത, മറ്റാരും അറിയാത്ത, നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു നിങ്ങളില്ലേ? നിങ്ങളെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത്. തോൽപ്പിക്കാൻ മത്സരിക്കുന്നവരുടെ മുന്നിൽ ദൈവം തോൽപ്പിക്കാത്തിടത്തോളം തോൽക്കാൻ സൗകര്യമില്ലെന്ന് തലയുയർത്തി പിടിച്ച് നിന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയണം. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളം. ഹീലിംഗ് ബിഗിൻസ് വിത്ത് സെൽഫ് ലവ്. ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടാവുന്നത് എങ്ങനെയെന്നറിയില്ലേ? ഒരു മണൽത്തരി അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. പച്ചമാംസത്തിലിരുന്ന് അതിങ്ങനെ നീറി നീറി വർഷങ്ങളെടുത്താണ് അത് മുത്തായി മാറുന്നത്. നിങ്ങളും അതുപോലൊരു മുത്താണ്. അനുഭവത്തിൻ്റെ തീച്ചുളയിൽ വാർത്തെടുത്ത വിലമതിക്കാനാവാത്ത മുത്ത്.